നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മോര് കൂട്ടാനാണ്. മോര് കൂട്ടാൻ എങ്ങനെയാണ് കട്ടിയായിട്ട് തൈര് പിരിയാണ്ട് ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ മോര് കൂട്ടാൻ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മോര് കൂട്ടാൻ ഫെയിലിയർ ആവില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. കുക്കറിലേക്ക് 1 കപ്പ് വെള്ളിരിക്ക കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് നമുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് 3 വിസിൽ അടിച്ചെടുക്കാം. കുക്കറിൽ 3 വിസിൽ അടിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് പേസ്റ്റാക്കാം. മീഡിയം സൈസ് തേങ്ങ അരമൂടിയാണ് ഇവിടെ ചിരകിയിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 2 മണി കുരുമുളകും കൂടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടിയിൽ അരച്ചെടുക്കാം. ഈ അരച്ച് വെച്ച പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. മിക്സി ജാറിൽ 1/2 ലിറ്റർ തൈര് ഞാനൊന്ന് കറക്കി എടുക്കുന്നുണ്ട്, ഈ കട്ടകളൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തൈര് ഞാൻ ഒരു കറക്കി എടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കേണ്ട സൈഡിലേക്ക്. കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങേനെ ഒഴിച്ചു കൊടുക്കാം. കൂട്ടാൻ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കഷ്ണം വെന്തതിന് ശേഷം വെള്ളം കൂടുതലുണ്ടെങ്കിൽ തിളച്ച് വറ്റിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് തേങ്ങയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ അടിച്ചു വെച്ച തൈരിനെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പതുക്കനെ നമുക്കൊന്ന് ഇളക്കാം. വെള്ളം കൂടുതലായോ എന്ന് നമുക്ക് തോന്നും, പക്ഷെ ആറിയതിൻ്റെ ശേഷം കൂട്ടാനൊന്ന് കട്ടിയാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ മോരൂട്ട നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കിതിനെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടായിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്. ഇതിന് നമുക്കൊന്ന് ചോക്കനെ വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വറക്കാം. സ്റ്റൗവ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. കരിക്കരുത് മുളക് പൊടീനെ. എന്നിട്ട് നമുക്ക് ഇതിന് മേലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോര് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കട്ടിയായിട്ടുള്ള മോര് കൂട്ടാൻ വേണം എന്നുണ്ടെങ്കിൽ കഷ്ണത്തിൽ അധികം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത്. അഥവാ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വറ്റിച്ചിട്ട് വേണം നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങനെ അതിലേക്ക് ഒഴിക്കാൻ. തേങ്ങ ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ അടിച്ചു വെച്ച തൈരിനെ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ശർക്കര ചേർക്കുമ്പോൾ മോര് കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നല്ല കട്ടിയായിട്ടുള്ള തൈര് ഉടയാണ്ട് നമുക്ക് മോര് കൂട്ടാൻ ഉണ്ടാക്കാൻ സാധിക്കും. റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്